ഹായ്, ഞാൻ അനന്തകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഒരു ഇന്ത്യൻ എക്സ്പാൻഷൻ പാക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇന്ത്യൻ ലൈവ് പെർക്കുഷൻസ് എന്നാണ് ഞാൻ ഇതിന് പേര് നൽകിയിട്ടുള്ളത്. ഇത് ഞാൻ കീബോർഡ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെപ്പറ്റി പറയാമെങ്കിൽ റിതം സൈഡിന് വേണ്ടിയാണ് ഞാൻ കൂടുതൽ ഈ എക്സ്പാൻഷൻ പാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കൂടുതൽ ലൈവ് ഡ്രം കിറ്റ്സ് ആണ്, അതായത് ലൈവ് പെർക്കുഷൻ കിറ്റുകളാണ് കൂടുതലായിട്ട് ഈ എക്സ്പാൻഷൻ പാക്കിൽ ഉള്ളത്. പൊതുവെ യമഹയുടെ അറേഞ്ചർ കീബോർഡുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല കീബോർഡുകളാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യൻ സ്റ്റൈലുകൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് തബല, ഡോലക്ക് പോലുള്ള സ്റ്റൈലുകൾ ചെയ്യുന്ന സമയത്ത് വളരെ പരിമിതിയേറിയ ടോണുകളാണ് ഇന്ത്യൻ എക്സ്പാൻഷനിൽ പോലും നമ്മൾ കണ്ടുവരുന്നത്. ഇതിനാലാണ് ഞാനൊരു പുതിയ ഒരു സാമ്പിളിംഗ് പാക്ക് ചെയ്താലോ എന്നുള്ള ചിന്തയിലോട്ട് കടന്നു വന്നത്. ലൈവ് ഇന്ത്യൻ പെർക്കുഷൻ എന്ന പാക്കിന് എന്താണ് പ്രത്യേകത, എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടന്റുകൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ കാണുന്ന കിറ്റുകൾ പെർക്കുഷൻ കിറ്റ്, കുത്ത് കിറ്റ്, ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ തബല കിറ്റ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് പെർക്കുഷൻ കിറ്റുകളിൽ, കുത്ത് കിറ്റുകൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ കിറ്റുകളാണ് ഞാൻ എല്ലാം പൊതുവെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പെർക്കുഷൻ കിറ്റിൽ കാണുന്നത് ഇടയ്ക്ക, ചെണ്ട പോലുള്ള പെർക്കുഷൻസ് എല്ലാം എല്ലാ നോട്ടുകളും എല്ലാ ടോണുകളും പിച്ച്ഡ് ആയിരിക്കും. കുത്ത് കിറ്റ് അല്ലെങ്കിൽ പെർക്കുഷൻ കിറ്റ് ഇ അല്ലെങ്കിൽ ബി എന്ന തരത്തിലുള്ള അതെല്ലാം ആ സ്കെയിലിനോടനുബന്ധിച്ച് എന്ത് ടോണ് കേട്ടാലും അതെല്ലാം പിച്ച്ഡ് ആയിരിക്കും. അതാണ് ഈ പാക്കിന്റെ പ്രത്യേകത. സാധാരണ തബലകളും ഡോലക്കൊക്കെ വായിക്കുന്നത് സാ പാ എന്ന കോൺസെപ്റ്റിലാണ്. ആ സാ പാ എന്ന കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ സൗണ്ട് എല്ലാം ഞാൻ പിച്ച് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ടോണുകൾ വായിച്ച് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓരോ നോട്ടുകളും ഓരോ കിറ്റിൻ്റെ പേരനുസരിച്ച് പിച്ച് മാറുകയാണ്. കണ്ടോ പിച്ച് കൂടുന്നു. ഇതുപോലെ തന്നെ കുത്ത് കിറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിലോട്ട് കിടക്കാം. സാധാരണ സൗത്ത് ഇന്ത്യൻ ഫിലിം സോങ്ങുകളിൽ കേൾക്കുന്ന എല്ലാ സാമ്പിളുകളിലും ഞാനിത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇനി അടുത്തതായി തബല കിറ്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. തബല കിറ്റുകൾ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ് എന്ന എല്ലാ സ്കെയിലിലും തബലകളുണ്ട്. ഈ കിറ്റുകളുടെ അറേഞ്ച്മെന്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തബല, ഡോലക്ക്, ഡോലി സൈഡ്, ദഫ്, മൃദംഗം, ഇങ്ങനെ അറേഞ്ച്മെന്റിലാണ് ഞാൻ ഈ കിറ്റുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. -1 കൊടുത്ത് ഒറ്റ ഉറക്കാം, എന്ന് നമുക്ക് പ്ലേ ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ കോർഗ് കീബോർഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റൈൽ ചെയ്താൽ, പ്രത്യേകിച്ച് ഒരു തബലയുടെയോ മൃദംഗത്തിൻ്റെയോ സ്റ്റൈൽ ചെയ്താൽ ഒരു പിച്ചിൽ നിന്ന് മറ്റൊരു പിച്ചിലോട്ട് നമുക്ക് സുഖമായി തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ പൊതുവേ യമഹയിൽ അത് സാധ്യമാകാറില്ല എന്നുള്ളതാണ് സത്യം. ഈ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പിച്ചിലുള്ള റിതം, ഉദാഹരണത്തിന് ഡി സ്കെയിൽ വെച്ച്, ഡി തബല വെച്ച് ഞാനൊരു താളം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 3/4 4/4 ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് കിറ്റ് മാറ്റി കൊണ്ട് തന്നെ നമുക്ക് ലൈവ് തന്നെ പെട്ടെന്ന് അത് വേറൊരു റിതത്തിൽ, ചുരുക്കി പറഞ്ഞാൽ ഒരു സ്കെയിലത്തേക്ക് തബല വായിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ റിതത്തെ തന്നെ കിറ്റ് നമുക്ക് മാറ്റി ഇട്ടുകൊണ്ട് മറ്റൊരു ഋതത്തെ പോലെ, വേറൊരു പിച്ചിലുള്ള ഋതത്തെ പോലെ നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയൊരു കമ്പാരിസൺ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്നാൽ സാധാരണയായിട്ടുള്ള യമഹയുടെ ഇന്ത്യൻ കിറ്റിൽ വരുന്ന തബലയും ഞാൻ ചെയ്ത എൻ്റെ ലൈവ് ഇന്ത്യൻ കിറ്റിലുള്ള തബലയും തമ്മിലുള്ള സെപ്പറേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കേൾക്കുന്നതെന്നാണ് ഞാൻ അടുത്ത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അടവി തരക്കലിനിടയിൽ എന്നൊരു വിൻറ്റേജ് ക്രിസ്ത്യൻ സോങ് ഉണ്ട്. ആ ക്രിസ്ത്യൻ സോങ്ങിൻ്റെ ഒരു പാറ്റേൺ കേട്ടിട്ട് അതുപോലൊരു തബല പാറ്റേൺ ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ പാറ്റേണിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ യമഹയുടെ ഇന്ത്യൻ എക്സ്പാൻഷൻ പാക്കിൽ കാണുന്ന ഡി തബല എന്ന കിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിലവിൽ അക്കം ബോണാക്കാതെ ഞാൻ ആ പാറ്റേൺ ഒന്ന് പ്ലേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ കിറ്റ് മാറ്റി പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനുവേണ്ടി ഞാൻ ചെയ്ത എക്സ്പാൻഷൻ പാക്ക് സെലക്ട് ചെയ്യുകയാണ്. കീബോർഡിൻ്റെ സ്റ്റൈൽ പാർട്ടോ അല്ലെങ്കിൽ സ്റ്റൈൽ മിക്സറോ ചാനൽ എഡിറ്ററോ ഏത് വഴിയിലൂടെയും നമുക്കത് എടുക്കാൻ സാധ്യമാണ്. ഞാൻ നിലവിലൂടെ ചാനൽ ഓൺ ഓഫ് എഡിറ്റർ എടുക്കുകയാണ്. അതിനുശേഷം ക്ലിക്ക് ചെയ്തു. അങ്ങനെ ടോൺ ഓപ്പണായി. ഡി തബലയാണ്. ഞാൻ അതിനെ എക്സ്പാൻഷൻ എടുക്കുന്നു. ഞാൻ ചെയ്ത എക്സ്പാൻഷൻ ലൈവ് ഇന്ത്യൻ എടുക്കുന്നു. അതിൽ ഡി തബല കിറ്റ് എടുക്കുകയാണ്.
അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര തന്നെയാണ് നമ്മുടെ പ്രൊസീജിയർ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സാധാരണ നേരത്തെ കേട്ട തബലയും ഈ തബലയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത്ര നേരം അക്കം ബില്ലതാണ് ഈ അർത്ഥം പ്ലേ ചെയ്തത്. ഇനി അക്കം ബോണാക്കി അക്കം ബോർഡ് കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഈ ഋതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫങ്ഷൻ എങ്ങനെയാണ് നമുക്ക് ഈ ഋതത്തെ തന്നെ മറ്റൊരു പാട്ടിലോട്ട്, ഇപ്പോൾ ഈ സ്കെയിലൊരു പാട്ട് വായിക്കുകയാണെങ്കിൽ ഈ മേജർ എന്ന സ്കെയിലിലെ പാട്ട് വായിക്കുമ്പോൾ ഈയുടെ തബല കിറ്റ് വേണം നമുക്ക് പ്ലേ ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ സ്കെയിലിൽ വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ മേജറിൻ്റെ തന്നെ അല്ലെങ്കിൽ ഈ കുറ്റി തന്നെ തബല കുറ്റി കേട്ട് കഴിഞ്ഞാൽ അതിനോട് യോജിച്ച് പോകത്തുള്ളൂ. അപ്പോൾ ഈ ഋതത്തെ തന്നെ ഞാനിപ്പോൾ കേട്ടത് ഡി തബലയാണ്. ഈ ഡി തബലയെ തന്നെ ഞാൻ ഈയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അറ്റ് എ ടൈം ഓൺ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായി കീബോർഡിൻ്റെ ഋതം 1 ക്ലിക്ക് ചെയ്യുന്നു. കിറ്റ് ഡി ആണ്. അതിനെ പയ്യെ ഡിയിൽ നിന്ന് ഈയിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഋതം പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഓൺ സ്റ്റേജിൽ നമുക്ക് സാധ്യമാണ്. ഇങ്ങനെ കണ്ടോ, ചേഞ്ച് വന്നത് മനസ്സിലായോ? കിറ്റ് മാറി. ഇപ്പോൾ ഡി കിറ്റ് മാറി ഈ കിറ്റിലാണ് ഇപ്പോൾ തബല പ്ലേ ആകുന്നത്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഋതത്തെ പിച്ച് മാറ്റി നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിൽ പല പാട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമാണ്. ഈ ഒരു ഫീച്ചർ മുന്നേ ഉള്ളതാണ്. പല പ്രഗത്ഭന്മാരായ കീബോർഡിസ്റ്റുകൾക്കും സംഗീതജ്ഞന്മാർക്കും അറിയാവുന്ന ഒരു ട്രിക്കും ഒരു ടിപ്പും തന്നെയാണ് ഇത്. ഞാൻ ചെയ്ത എക്സ്പാൻഷൻ പാക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, ഇത് ലഭ്യമാകാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പറും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. താങ്ക്